നെഞ്ചു പൊട്ടുന്ന കാഴ്ചയാണ് പ്രിയമുള്ളവരെ. 16 വർഷം കാത്തിരുന്നുണ്ടായ രണ്ട് പൊന്നുമക്കൾ കിടക്കുന്ന കിടപ്പാണ് ഈ കാണുന്നത്. ഈ വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണേ. 16 വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കാത്തിരുന്ന് എനിക്ക് 2 മക്കളെ തന്നതയോ. അതിലൊരു മകന് സർജറി വേണം പറയണത്. എന്റെ വേറെ വഴിയില്ലാത്തോണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. നിങ്ങൾ എല്ലാവരും സഹായിക്കണം. എന്റെ മക്കളെ 2 പേര് എനിക്ക് വേണമെന്ന് എന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് എന്റെ മക്കൾക്ക് വേണ്ടി സഹായിക്കണം. ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് ഈ സങ്കടം, ഈ വേദന സഹിക്കാൻ കഴിയോ? 16 വർഷം പ്രിയമുള്ളവരെ, 16 വർഷം കാത്തിരുന്ന് ദൈവത്തിനോട് കേണപേക്ഷിച്ച് 2 പിഞ്ചോമനകളെ ദൈവം നൽകിയപ്പോ ആ പിഞ്ചോമനകൾ ഇന്ന് വല്ലാത്തൊരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ചികിത്സിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഈ ലോകത്തിന്റെ മുന്നിലേക്ക് സഹായം ചോദിച്ചു വന്ന ഈ സഹോദരിയുടെ കണ്ണുനീര് എന്റെ പ്രിയപ്പെട്ട നന്മയാർന്ന കാരുണ്യ മനസ്സുകൾ ആരും തന്നെ കാണാതെ പോകരുത്. എറണാകുളം സെബിൻ ഹോസ്പിറ്റലില് ഇന്ന് ആ 2 പിഞ്ചോമനകള് തങ്ങളുടെ ജീവന് വേണ്ടി പടവരുതുമ്പോ ആ മക്കളെ ഒന്ന് കാണാൻ പോലും, ആ മക്കളെ ഒന്ന് എടുക്കാൻ പോലും കഴിയാതെ ഈ 16 വർഷത്തെ കാത്തിരിപ്പ് ഇനിയും മുന്നോട്ട് നീങ്ങി പോവുകയാണല്ലോ എന്ന് ആലോചിച്ച് വേദനയോടുകൂടി കഴിയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരിയെ നിങ്ങൾ ആരും തന്നെ കാണാതെ പോകരുത് പ്രിയമുള്ളവരെ. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് മുന്നിൽ പറയേണ്ടതെന്ന് അറിയില്ല. ആ സഹോദരി നെഞ്ചു പൊട്ടി ഹൃദയം തകർന്ന് നമ്മളോടൊക്കെ കേണപേക്ഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ മക്കളെ എനിക്ക് തിരിച്ചു വേണം, എന്റെ മക്കൾ എനിക്ക് വേണമെന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടി കരയുമ്പോ ഇത് കാണുന്ന നമ്മളല്ലാതെ ഒരാളും തന്നെ ഈ സഹോദരിയെയും ആ മക്കളെയും ചേർത്ത് പിടിക്കാനില്ല. ഉടൽ ഭിത്തിക്ഷയം മൂലമുണ്ടാകുന്ന NEC, നെക്രോട്ടൈസിംഗ് എൻട്രോകോളിറ്റിസ് എന്ന മാരക അസുഖം ബാധിച്ച് അർണവ് എന്ന 2 പിഞ്ചോമനകള് ഇന്ന് ഹോസ്പിറ്റലിന്റെ ICUയിൽ കിടക്കുമ്പോ ഇത് കാണുന്ന നിങ്ങളല്ലാതെ ഒരാളും തന്നെ ഇല്ല എന്നുള്ളതാ. ഭീമമായ 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് സമാഹരിക്കണം, ഈ മക്കളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് കാണുന്ന, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളൊന്ന് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ അവരോട് പറയണം ഈ പിഞ്ചോമനകൾക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ. അത്രത്തോളം പ്രയാസത്തോടു കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ സഹോദരി വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ വെട്ടുകാട് മഞ്ചലൂർ ചേനാത്ത് താമസിക്കുന്ന സുനിത എന്ന സഹോദരിയുടെ അവസാന പ്രതീക്ഷയാണ്